ടോണി ചിറ്റലപ്പള്ളി, വലിയ വിമർശനമാണല്ലോ അൽമായ ഫോറം ഇതിനെതിരെ ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു വിമർശനം ഉയർത്തേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇപ്പോൾ ശ്രീ ഫിലിപ്പോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യം ഇപ്പോൾ ഓൺലൈനായി എത്തിച്ചാലും ഇല്ലെങ്കിലും ആവശ്യമുള്ളവരെ വാങ്ങി കഴിക്കുകയുള്ളൂ. ആരെ നിർബന്ധിച്ച് ഏൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ മാത്രം, അവര് കഴിക്കുന്നവരാണെങ്കിൽ കടയിൽ നേരിട്ട് പോയി കഴിക്കുമായിരിക്കും. പക്ഷെ അത് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അതിന് ഇത്ര വലിയ വിമർശനം ഉയർത്തേണ്ട സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി മദ്യം കേരളത്തിലെ മലയാളികൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്യുന്നത്. എത്രമാത്രം ലജ്ജാകരമാണെന്ന് ചിന്തിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് 4-5 വർഷങ്ങളായിട്ട് പിൻവാതിലിൽ കൂടെ ചർച്ചകൾ നടത്തുകയാണ് മദ്യ മഫിയകളായിട്ട്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഈ ചർച്ച നടന്നിട്ടുണ്ട്. വേറെ 7 സംസ്ഥാനങ്ങളിൽ ഓൺലൈനിൽ മദ്യവിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, ഈ മദ്യം ഇതൊരു ജീവൻ രക്ഷാ മരുന്നാണോ കേരളത്തിൽ ഇപ്രകാരം ഓൺലൈൻ വഴി കൊടുക്കേണ്ടത്? എത്രമാത്രം കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത് മദ്യപാനം മൂലം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കേരള മാതൃക കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. കഴിഞ്ഞ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ എത്ര ബാറുകളാണ് ഇവിടെ തുറന്നത്. ഇപ്പോൾ നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ്, എനിക്കറിയില്ല, മാധ്യമങ്ങളൂടെ കണ്ടു, അദ്ദേഹം മദ്യ മുതലാളിമാരുമായിട്ട് ചർച്ചകൾ നടത്തി. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ പല ആളുകളായിട്ട് ചർച്ച നടത്തി. അതായത് കേരളത്തിന് വരുമാനം കൂട്ടുവാനായിട്ടുള്ള ശ്രമത്തിലേകം. പക്ഷെ അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല, പൊതുജനങ്ങളെ പേടിച്ച്. ഞാൻ പറയുകയാണ്, സാധാരണ ഒരു വീട്ടില്, ഇപ്പോൾ കേരളത്തിലെ ഒരു വീട്ടില് മദ്യപിക്കുന്നത് മിക്കവാറും ഗൃഹനാഥന്മാര് മദ്യപിക്കുന്നുണ്ട്. ഇത് കുട്ടികൾ കാണുന്നുണ്ട്, ഭാര്യമാർ കാണുന്നുണ്ട്, ബന്ധുക്കൾ കാണുന്നുണ്ട്. നാളെ ഈ മദ്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വിതരണം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഈ മദ്യം ഓൺലൈനിൽ കൂടി അവരത് വാങ്ങിക്കുന്നത് തീർച്ചയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിനൊരു സിസ്റ്റം ഉണ്ടോ? ഈ മദ്യം നമ്മൾ ഓൺലൈനിൽ കൂടി മദ്യം വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? ഈ ഓൺലൈനിൽ കൂടി നമ്മൾ അത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മദ്യം ഓർഡർ ചെയ്ത മദ്യം ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുമോ? ഇതിൽ ഇതിൽ കയറ്റാമില്ലേ? ഇത് കൊണ്ടുവരുന്ന ഡെലിവറി സിസ്റ്റം അതാരാണ് നിയന്ത്രിക്കുന്നത്? ഇതിനൊരു കാർഡ് സിസ്റ്റം ഉണ്ടോ? ഞാൻ പറയുകയാണ്, ഇതുവരെ യാതൊരു തരത്തിലുള്ള ധാർമ്മികതയില്ലാത്ത നീക്കങ്ങളാണ് കേരളത്തിൽ മദ്യവിതരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് മദ്യ ലോബികളുമായിട്ടുള്ള സർക്കാരിന്റെ ബന്ധം. ഏറ്റവും കൂടുതൽ മദ്യം ബാധിക്കുന്നത് സാധാരണ കുടുംബങ്ങളെയാണ്, സാധാരണ തൊഴിലാളികളെയാണ്. സമ്പന്ന വർഗങ്ങളിൽ നിന്നും മധ്യവർഗങ്ങളിൽ നിന്നും ഒരിക്കലും ഗവൺമെന്റ് പിടിച്ച് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് പിടിച്ചു വാങ്ങിക്കില്ല. അവർക്കറിയാം മദ്യപാനവും ചൂതാട്ടം എന്ന് പറഞ്ഞ ലോട്ടറി, മദ്യപാനവും ലോട്ടറിയുമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ. അത് എന്ത് വില കൊടുത്തും അത് നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ ലജ്ജയുണ്ട്. നമുക്കറിയാം എത്രമാത്രം കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്, എത്രമാത്രം യുവജനങ്ങളാണ് മദ്യത്തിന് പിറകെ പോകുന്നത്. ഇതെന്താണ് സർക്കാർ കാണാത്തത്? സർക്കാർ പറയും ഞങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ ക്രൈസ്തവ സഭകള്, കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതാണ് മദ്യം. ഒരു സാമൂഹിക വിപത്തായിട്ടാണ് ക്രൈസ്തവ സഭകൾ കാണുന്നത്. തീർച്ചയായിട്ടും ക്രൈസ്തവ സഭകൾക്ക്, കത്തോലിക്ക സഭയ്ക്ക് ഈ മദ്യത്തെ ഒരു സാമൂഹിക വിപത്തായിട്ട് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂ. ഇത് സമൂഹത്തെ കാണുന്ന ഏറ്റവും വലിയ തിന്മയായിട്ടാണ് ക്രൈസ്തവ സഭകൾ മദ്യത്തെ കാണുന്നത്. നമുക്കറിയാം ഇത്രമാത്രം മനുഷ്യന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നരകം സൃഷ്ടിക്കുന്ന ഈ മദ്യം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വിതരണം ചെയ്യുക എന്ന് പറയാൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കറിയാം ഇന്നത്തെ സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ പങ്കിട്ട് മദ്യ മാഫിയ മുതലാളിമാരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ബ്രോക്കറിന്റെ പണിയാണ് ഇന്നത്തെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാണിക്കുന്നത് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശോക്തിയുമില്ല. ഞാനൊരു കാര്യം വ്യക്തമാക്കാനുള്ള ഇവിടെ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി മദ്യം വിതരണം ചെയ്യുകയാണെങ്കിൽ കേരളത്തെ ക്രമവാദ നില മാത്രമല്ല, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പോലും തകർന്ന് തരിപ്പണമാകും. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും മദ്യം എന്ന വിപത്തിനെതിരെ മിണ്ടുന്നില്ല. കാരണം അവർക്കറിയാം അവരുടെ പാർട്ടി അണികൾ മിക്കവാറും മദ്യപാനികളാണ്.
ഏതെങ്കിലും ഒരു പാർട്ടി മദ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു ഓർഡിനൻസോ എന്തെങ്കിലും ഒരു നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിൽ VM സുധീരൻ എന്നൊരു കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹത്തെ പോലെ ആദർശശുദ്ധിയുള്ള മദ്യത്തിനെതിരെ സംസാരിക്കുന്ന ആദർശശുദ്ധിയുള്ള നേതാക്കളാണ് ഇന്നത്തെ കേരളത്തിന് വേണ്ടത്. ഇത് കഷ്ടമാണ്, അധാർമികമാണ്, ലജ്ജാകരമാണ്, ഏറ്റവും കുറ്റകരമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശരി, ശ്രീ ടോണി ചിറ്റിലപ്പള്ളി. ഫിലിപ്പോസ്